இதே மாதிரி எப்பவும் மாமா ஹாப்பியா இருக்கணும். 100 வயசு வரைக்கும் ரொம்ப சந்தோஷமா ஹெல்த் நல்லா இருக்கணும் அப்படின்னு ப்ரே பண்ணிக்கிறேன். ബാലചേട്ടൻ എപ്പോഴും പറയും ബാലചേട്ടൻ്റെ എല്ലാത്തിൻ്റെയും ഐശ്വര്യം ചേച്ചിയാന്ന് പറയുന്നുണ്ട്. അതെന്തുകൊണ്ടായിരിക്കാം കോകിലനോട് ഇത്ര സ്നേഹം ഉണ്ടാവാനുള്ളൊരു? இல்லைடா கண்ணா, நான் முன்பே ஒரு இன்டர்வியூவில் പറഞ്ഞു 3 വയസ്സിலேருந்து ഞാൻ കയ്യിലെടുത്തതാണ്. പിന്നെ ഒരു പ്രയാസം ഉണ്ടായിരുന്നു, ആ പ്രായം വ്യത്യാസമല്ലേ. ബട്ട് അവളുടെ മനസ്സിൽ അവൾ ഫിക്സ് ചെയ്തു ഞാനാണ് ഭർത്താവിന്. അത് തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു, അമ്മ എനിക്കൊരു ലൈഫോടെ ലെസൺ, അത് എല്ലാവരും കേൾക്കണം. നമ്മൾ കാണുന്നു ചില കാര്യങ്ങൾ പെട്ടെന്ന് കാണുന്നു, പെട്ടെന്ന് പ്രണയിക്കുന്നു, അങ്ങനെയില്ല. സ്നേഹം എന്ന് പറയുന്നത് തന്നെ വരും, ചിത്രശലഭം പോലെ. 3 മാസം സമയമെടുത്തു. ഞാൻ ഹോസ്പിറ്റലായിരുന്നു, എന്നെ നോക്കി 3 മാസം ഒന്നുപോലെ നോക്കി. ഇവരൊരു ഡോക്ടറൊന്നും ഇല്ല കേട്ടോ, സാധാരണ ഒരു വ്യക്തിയാണ്. അവൾക്ക് അറിയുന്നത് ഇത് മഞ്ഞകുലി, ഈ നീലകുലി, ഇത് ഇപ്പോൾ കൊടുക്കണം, ഇത് അപ്പം കൊടുക്കണം, കൃത്യമായിട്ട് തന്നിരിക്കും. ഹെൽത്ത് നന്നായി. പിന്നെ ഹെൽത്ത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുന്നതെല്ലാം യൂട്യൂബിൽ പാത്ത് സ്വന്തം കുക്ക് ചെയ്ത് എല്ലാം ചെയ്തു. അവൾക്ക് ഒരു വലിയൊരു ഒരു കഫേ ഉണ്ടായിരുന്നു, ഷി വാസ് എ ഓണർ. അത് അപ്പടിയേ വിട്ടിട്ട് വന്നിട്ടാ. அந்த ஒரு സന്മനസ്സെന്ന് പറയുന്നത് ആർക്കും ഉണ്ടാവില്ല. അതാണ് അന്ന് ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്, இந்த ജനറേഷനിൽ ആർക്കും ഉണ്ടാവില്ല. ഞാൻ ഭാഗ്യവാനാണ് പിറന്നു പറയണ. കോകില, ഈ ബാലചേട്ടനെ സംബന്ധിച്ച് ബാലചേട്ടൻ ഒരുപാട് സർവൈവൽ നേരിട്ട കാര്യമാണ്. ആരോഗ്യപരമായിട്ടും അതല്ലാതെ സൊസൈറ്റി ആയിട്ടും ബാലചേട്ടനെ ഒരുപാട് പരിഹസിച്ചിട്ടും അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട്. ആ ടൈമിലൊക്കെ കോകിലയുടെ മനസ്സിൽ വന്നു പോയ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? അന്ന് സ്നേഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇപ്പൊ നീ ചോദിച്ച ചോദ്യം ഇല്ലയാ, அந்த മലയാളം എനിക്കേ അല്ല, ബാലചേട്ടന്റെ ആരോഗ്യപരമായി ബാലചേട്ടൻ വയ്യാതെ സമയത്ത് കോകില അപ്പോഴും സ്നേഹിച്ചിരുന്നല്ലോ. ആ സമയത്തൊക്കെ അന്നത്തെ ഒരു കാര്യം പറയട്ടെ, ഇന്റർവ്യൂ എടുത്തിട്ടിരിക്കീங்க, ആർക്കെങ്കിലും അറിയാമോ എൻ്റെ റിബിലെ ഫ്രാക്ചർ ആയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഓക്കെ. കാരണം ശൈന പ്രദക്ഷിണം വന്ന് ഉദയനാനപുരം മുരുക ടെമ്പിളിൽ കുടുംബത്തിന് വേണ്ടി ഒരു കാലഘട്ടത്തിൽ അമ്പലത്തേക്ക് വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ നിന്നതാണ്. പിന്നെ ദൈവം പ്രാർത്ഥിക്കുന്ന ആളാണ് ഡെയിലി. പക്ഷെ ഒരു കുടുംബം വന്നപ്പോൾ 16 വർഷം കഴിഞ്ഞ് വന്നപ്പോൾ ഞാനത് ചെയ്തു. அந்த ഉദയനാനപുരം മുരുക ടെമ്പിളിൽ റെക്കോർഡാ, എല്ലാവരും 1 മണിക്കൂർ എടുക്കുമാ ഈ സൈന പ്രദർശനം ചെയ്യുമ്പോൾ. ഞങ്ങൾ നടന്നു പോയി കേട്ടോ, ഭയങ്കര നടന്നു പോകുമ്പോൾ ഒരാൾ താഴെ കിടക്കുക. അത് சொல்ல என்னாச்சு? கோயில் போகும்போது ஒருத்தர் ஆல்ரெடி அந்த இது பண்ணிட்டு இருக்கும்போது பார்க்கும்போது அவர் அதுதான் பண்ணாருன்னு தெரியாது நமக்கு. மயங்கி ஒரு மாதிரி வாமிட். மாமா கிட்ட ஹாஸ்பிட்டல்ல போணுமா, எனக்கு நான் கூட்டு போட்டுமா ஹாஸ்பிட்டலுக்கு? வேண்டாம். அப்புறம் மாமா ஸ்டார்ட் பண்ணி என்ன ஆச்சு அப்படின்னு கேட்டேன். சைன பிரதர்ஷனம் அதான் நான் பண்ண போறேன். എന്നിട്ട് പോയിട്ട് 20 മിനിറ്റ്സിൽ முடிச்சேன். ബട്ട് സം വേ എന്താണെന്ന് അറിയില്ല, റിബ് ബോൺ ക്രാക്കായി. ബട്ട് എന്തായാലും ദൈവം നമുക്ക് കൂടെ ഉണ്ടടാ, ദൈവം നമുക്ക് കൂടെ ഉണ്ട്.